ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ചാണ്. എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഇത് ഒട്ടുമിക്ക എല്ലാ ആൾക്കാരും പറഞ്ഞ കാര്യമാണ്. പക്ഷേ ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ ഈ ഒരു സിനിമേനെ പറ്റിയിട്ട് ഒരു വീഡിയോ ഇട്ടിരുന്നു. സോ ആ ഒരു വീഡിയോന് ശേഷം, അതായത് സിനിമ ഇറങ്ങിയതിന് ശേഷം ഈ സിനിമ ഈസ് ഫേസിങ് എ ബിഗ്ഗസ്റ്റ് ബാക്ക്ലാഷ്. ഈ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ ഏറ്റവും കൂടുതൽ ക്രിറ്റിസിസം നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ സിനിമകളിൽ ഒന്നായി മാറുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ സിനിമകളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഈ ക്രിറ്റിസിസം ഒട്ടും നല്ലതല്ല. കാരണം എന്ന് വെച്ചാൽ നമ്മളുടെ ഈ രാജ്യത്ത് സിനിമകൾ മാത്രമല്ല ജനങ്ങളെ സ്വാധീനിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഐ ജസ്റ്റ് വാണ്ട് ടു സേ ദിസ്, സിനിമകൾ ജനങ്ങളെ സ്വാധീനിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, അങ്ങനെ ജനങ്ങൾക്ക് എന്താ പറയുക, സന്തുഷ്ടകരമായിട്ടുള്ള ജനങ്ങൾക്ക് താല്പര്യമുള്ള സിനിമകൾ മാത്രം നിർമ്മിക്കുക എന്ന രീതിയിലേക്ക് നമ്മൾ ചുരുക്കപ്പെട്ടു പോകും. അതായത് ഇപ്പോൾ സിനിമകൾ ജനങ്ങളെ സ്വാധീനിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന്, ഈവൺ ഇഫ് ജനങ്ങളെ സിനിമ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് എവിടെയാണെന്ന് വെച്ചാൽ, അപ്പോൾ ഈ ക്രിറ്റിസിസം മാറും, അല്ല ഈ ഡയറക്ടർ മാറും, ഈ പറയുന്ന എന്താ പറയുക നടന്മാരും ജനങ്ങൾക്ക് താല്പര്യമുള്ള, എന്താ പറയുക, എപ്പോഴും ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നോക്കുന്ന സിനിമകൾ മാത്രം നിർമ്മിക്കുന്ന രീതിയിലേക്ക് മാറിപ്പോവും. അപ്പം നമ്മളുടെ ഒരു ആർട്ടിസ്റ്റിക് ഫ്രീഡം എന്ന് പറയുന്ന സംഭവം, എന്താ പറയുക, അവിടെ ഒരു അതിനൊരു എന്താ പറയുക, ഒരു ഫുൾ സ്റ്റോപ്പ് കിട്ടും. കാരണം അങ്ങനെ ഒരു വേണ്ട രീതിയിൽ അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. അത് സിനിമക്ക് മൊത്തത്തിൽ തന്നെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ വി ജസ്റ്റ് വാണ്ട് ടു മേക്ക് ഷുവർ ദാറ്റ്, ഓർ വി ജസ്റ്റ് നീഡ് ടു അണ്ടർസ്റ്റാൻഡ് സിനിമ എന്ന് പറയുന്നത് കേവലം ജനങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടോ അതോ ജനങ്ങളുടെ ആവശ്യങ്ങളോ ജനങ്ങളുടെ താല്പര്യങ്ങൾ മാത്രം മുൻനിർത്തി ഉണ്ടാക്കുന്ന ഒരു സംഭവം മാത്രമല്ല. ഇറ്റ്സ് ആൻ ആർട്ട് ഫോം. ഒരു ചിത്രകാരൻ ചിത്രം വരക്കുന്നത് ജനങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടോ ജനങ്ങൾക്ക് താല്പര്യമുള്ള തീമുകൾ പ്രസന്റ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല. അയാൾ ഒരു ആർട്ട് ഫോം ഉണ്ടാക്കുന്നത് അതൊരു ആർട്ട് നിർമ്മിക്കാൻ എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്. ജസ്റ്റ് ലൈക്ക് ദാറ്റ് സാഡ്, എ സിനിമ ഇസ് മെയ്ഡ് ഓൺ ദ കോഴ്സ് ഓഫ് മേക്കിംഗ് എ ഫിലിം. എ ഫിലിം ഈസ് മെയ്ഡ് ഓൺ ദ കോഴ്സ് ഓഫ് മേക്കിംഗ് എ ഫിലിം. സിനിമ നിർമ്മിക്കുന്നത് സിനിമ നിർമ്മിക്കാൻ എന്ന ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അതുണ്ട്, ജനങ്ങൾക്ക് കാണാം, ജനങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ആ സിനിമ കാണാം. പക്ഷേ പെർട്ടിക്കുലർലി നമ്മളൊരു ആർട്ട് ഫോം, സിനിമ ആയിക്കോട്ടെ ഏത് സാധനം ആയിക്കോട്ടെ, നമ്മൾ നിർമ്മിക്കുന്നത് ആ ഒരു ആർട്ട് നിർമ്മിക്കാൻ എന്നതിന് വേണ്ടിയിട്ടാണ്. ലൈക്ക് വാട്ട് ഐ റിയലി മീൻ ഇസ് ദാറ്റ്, സിനിമ നിർമ്മിക്കുന്നത് അതിൻ്റെ ഒരു ആർട്ടിസ്റ്റിക് ഫ്രീഡം, സിനിമ അല്ല ഏതൊരു ആർട്ട് ഫോം നിർമ്മിക്കുന്നതും അതിൻ്റെ ഒരു ആർട്ടിസ്റ്റിക് ഫ്രീഡം ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായി? ജനങ്ങളുടെ പല വിധത്തിലുള്ള വികാരങ്ങൾ ഒരു ആർട്ടിസ്റ്റിനോ കലാകാരനോ തോന്നുന്ന രീതിയിൽ ആവിഷ്കരിക്കുന്നതാണ് ഒരു ആർട്ടിസ്റ്റിക് ഫ്രീഡം എന്ന് വെച്ചാൽ. അത് ഏതൊരു ആർട്ടിസ്റ്റും അവരുടേതായ മാധ്യമത്തിലൂടെ അത് ജനങ്ങൾക്ക് കാണിക്കുന്നു. അത് താല്പര്യമുള്ളവർക്ക് കാണാം, ഇല്ലാത്തവർക്ക് കാണണ്ട. അതുകൊണ്ട് തന്നെ ഈ സിനിമ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട ഒരു സംഭവമാണ്. ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ആ സിനിമകൾ നിർമ്മിക്കുന്നത് എന്നതിനോട് ഞാൻ കംപ്ലീറ്റ്ലി യോജിക്കുന്നില്ല. ഒരു കലാകാരനാണ് ഏതൊരു സാധനവും സൃഷ്ടിക്കുന്നത്. അത് അദ്ദേഹത്തിന് ഏത് രീതിയിൽ പ്രസന്റ് ചെയ്യണം, ഏത് രീതിയിൽ അവതരിപ്പിക്കണം എന്നതിനെ കുറിച്ചുള്ള പൂർണ്ണ അവകാശം അയാൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരാളോടും ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റിനോട് പോയിട്ട് നമുക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ ചെയ്തോളൂ, നമുക്ക് താല്പര്യ രീതിയിലുള്ള മാത്രമേ നിങ്ങൾ, എന്താ പറയുക, ഏതൊരു കലാപ്രവൃത്തിയും ചെയ്തോളൂ എന്ന് പറയുന്നതിനോട് യാതൊരു യോജിപ്പോ, അത് കംപ്ലീറ്റ്ലി പൊട്ടത്തരാണ്. അങ്ങനെയൊന്നും പറയാൻ പാടില്ല. മനസ്സിലായില്ലേ? കാരണം എന്ന് വെച്ചാൽ ആർട്ട് ഈസ്, ഐ ആം അഗെയിൻ സെയിങ്, ഈസ് മെയ്ഡ് ഓൺ ദ കോഴ്സ് ഓഫ് മേക്കിംഗ് ആൻ ആർട്ട്. അതാണ് ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ലോകത്ത് നിർമ്മിച്ച പ്രധാനപ്പെട്ട കലാസൃഷ്ടികളൊന്നും എപ്പോഴും ജനങ്ങൾക്ക്, എന്താ പറയുക, താല്പര്യമുള്ള, ജനങ്ങൾക്ക് കംപ്ലീറ്റ്ലി ആക്സെപ്റ്റൻസ് തോന്നിയ കലാസൃഷ്ടികളല്ല. ജനങ്ങൾക്ക് പല രീതിയിലുള്ള പ്രൊപ്പഗൻഡ തോന്നിയ, പല രീതിയിൽ എന്തോ ഇന്നർ മീനിങ് ഒളിച്ചു വെക്കുന്ന, പല രീതിയിൽ ലോക ഫേമസ് ആയ പല ഡ്രോയിങ്സും ഉണ്ട്. പല ഡ്രോയിങ്സും ഉണ്ട്. അതായത് സാത്താന വരെ സപ്പോർട്ട് ചെയ്യുന്ന, പരിപോഷിപ്പിക്കുന്ന രീതിയിലുള്ള കലാ, എന്താ പറയുക, പെയിൻറ്റിങ്സ് ഉണ്ട്. ലോകപ്രസിദ്ധമായ പല പെയിൻറ്റിങ്സും പല ഇന്നർ മീനിങ്ങും പ്രൊപ്പഗൻഡയുള്ളതാണ്. പക്ഷേ ഈവൺ ഇഫ് അത് പ്രൊപ്പഗൻഡയാണെങ്കിൽ പോലും അത് നിങ്ങൾക്ക് ക്രിട്ടിസൈസ് ചെയ്യാം. അത് പ്രൊപ്പഗൻഡയാണ്, ഇത് പ്രൊപ്പഗൻഡയാണെന്ന് ക്രിട്ടിസൈസ് ചെയ്യാനുള്ള അവകാശമുണ്ട്. അതിനെക്കാട്ടി മുമ്പ് ആ ഒരു സാധനം അവിടെ പ്രസൻറ്റ് ചെയ്യാനുള്ള അവകാശം കലാകാരനുണ്ട്. കാരണം ഒരു കല ഫസ്റ്റ് ഓഫ് ഓൾ നിർമ്മിക്കണം. ആ കല നിർമ്മിച്ച് അത് പ്രസൻറ്റ് ചെയ്യാനുള്ള അവകാശം ഒരു കലാകാരന് കൊടുക്കണം. അദ്ദേഹത്തിന് അത് പ്രസൻറ്റ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ അയാളോട് പോയിട്ട് പറഞ്ഞിട്ട് ഇത് പ്രസൻറ്റ് ചെയ്യാൻ പാടില്ല, ഇന്ന ഭാഗം എഡിറ്റ് ചെയ്യണം, ഇന്ന ഭാഗം കട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് കലയെ മൊത്തത്തിൽ നശിപ്പിക്കുന്നതാണ്. ഇപ്പോൾ മൊണാലിസ എന്ന് പറഞ്ഞ പെയിന്റിങ് പോയിട്ട് അതിൻ്റെ ചെവി ഭാഗം കട്ട് ചെയ്യണം, മൂക്ക് ഭാഗം കട്ട് ചെയ്യണം, മറ്റേ ഭാഗം കട്ട് ചെയ്യണം, മുഖത്തിൻ്റെ ഈ ഭാഗം കട്ട് ചെയ്യണം എന്ന് പറയുന്ന പോലെ തന്നെ നിങ്ങൾ എമ്പുരാൻ്റെ ഓരോ ഷോട്ടും കട്ട് ചെയ്യുന്നത് ആ സിനിമയുടെ മൊത്തത്തെ തന്നെ ചിലപ്പോൾ അത് ബാധിക്കും. നിങ്ങൾ ചിലപ്പോൾ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും പ്രൊപ്പഗൻഡ ഉണ്ട്, അതിൻ്റെ പിന്നിൽ അതുണ്ട് ഇതുണ്ട് എന്ന് വിചാരിച്ചിട്ടായിരിക്കും നിങ്ങൾ ആ ഭാഗം കട്ട് ചെയ്യാൻ പറയുന്നത്, സെൻസർ ബോർഡ്. പക്ഷേ ആ സിനിമയുടെ ടൊട്ടാലിറ്റിയെ ചിലപ്പോൾ ബാധിക്കുമെങ്കിലോ? ചിലപ്പോൾ സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ സീനുകളിൽ ഉണ്ടാവുക. അതായിരിക്കും നിങ്ങൾ വെട്ടിമാറ്റാൻ പറയുന്നത്.
അപ്പോൾ സിനിമയുടെ മൊത്തത്തിലുള്ള മെസ്സേജ്, ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ മൊത്തത്തിൽ ചിലപ്പോൾ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു മെസ്സേജ് ഉണ്ടെന്ന് വിചാരിക്കുക. അത് ഇങ്ങനെയുള്ള ചില ഭാഗങ്ങൾ കട്ട് ചെയ്താൽ ജനങ്ങൾക്ക് തോന്നുന്ന മെസ്സേജ് വേറെ ആയിരിക്കും. അതിന് സാധ്യതയുണ്ട്. ഫോർ എക്സാമ്പിൾ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് ഉണ്ടോ, എന്തെങ്കിലും ഒരു മെസ്സേജ് അവർ സൊസൈറ്റിക്ക് നൽകാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നറിയണമെങ്കിൽ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ ഒരു കട്ടും ഇല്ലാതെ അതിൻ്റെ ഒറിജിനൽ എങ്ങനെയാണെന്ന് തിയേറ്ററിൽ ഇറങ്ങിയത് അതേപോലെ കാണാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും ജനങ്ങൾക്ക് കൊടുക്കണം. എന്നാൽ മാത്രമേ ജനങ്ങൾക്കത് മനസ്സിലാവൂ. അതെന്താണ് ആ സിനിമ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന്. പക്ഷെ അതിൻ്റെ ഈ വാലും വെട്ടി തലയും വെട്ടി ഓരോ ഭാഗം കട്ട് ചെയ്തിട്ട് നിങ്ങളൊരു ഫിൽറ്റേർഡ് രീതിയിലാണ് ജനങ്ങൾക്ക് മുമ്പിൽ ഈ സാധനം അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ഈ കലാകാരന്മാരോ അല്ലെങ്കിൽ സിനിമ നിർമ്മിച്ച ഡയറക്ടർമാരോ എഴുത്തുകാരോ എന്തെങ്കിലും ഒരു മെസ്സേജ് ജനങ്ങൾക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ മെസ്സേജ് ആയിരിക്കില്ല ചിലപ്പം ഇങ്ങനത്തെ കട്ട് ചെയ്ത അല്ലെങ്കിൽ ഫിൽറ്റേർഡ് വെർഷനിലൂടെ ജനങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ തോന്നുന്നത്. അപ്പം അങ്ങനെ ഒരു കട്ട് ചെയ്ത് എഡിറ്റഡ് ആയ വെർഷനിലൂടെ ജനങ്ങൾ കാണുമ്പോൾ അവർക്ക് ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ രീതിയിലേക്കോ ഏതെങ്കിലും ഒരു പ്രൊപ്പഗൻഡ കൊടുക്കുന്ന സിനിമയിൽ ചിലപ്പോൾ തോന്നും. അതാണ് ഞാൻ പറഞ്ഞത്. സിനിമ എന്ന് പറയുന്നതോ ഏതൊരു ആർട്ട് എന്ന രീതിയിൽ ഫസ്റ്റ് ഓഫ് ഓൾ അതിനെ പ്രസന്റ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം നമ്മൾ കൊടുക്കണം. ഫസ്റ്റ് അത് ജസ്റ്റ് നീഡ് ടു ബി പ്രസന്റഡ്. ആ പ്രസന്റ് ചെയ്യാനുള്ള ഫ്രീഡം നമ്മൾ കൊടുക്കണം. മനസ്സിലായില്ലേ? അതിനെ പിടിച്ച് കട്ട് ചെയ്യുക, അതിനെ പിടിച്ച് എഡിറ്റ് ചെയ്യുക എന്നെല്ലാം പറഞ്ഞത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലെയുള്ള ഒരു തിരിച്ചടിയാണ്. അതാണ് ഞാൻ പറയുന്നത്. ഇത് സിനിമകളെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതാണ് ഏറ്റവും വലിയ കൺസേൺ. കാരണം വെച്ചാൽ ജനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മീഡിയമാണ് സിനിമയെങ്കിൽ അങ്ങനെ ജനങ്ങൾ കാണുന്ന, ജനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുള്ള ഒരുപാട് മീഡിയകൾ വേറെയും ഉണ്ട്. ഈ ന്യൂസ് ചാനലുകളിലെല്ലാം എന്താ നടക്കുന്നത്? ജീവിതത്തിൽ ഒരു തെറിയും അറിയാത്ത വ്യക്തി ന്യൂസ് ചാനലിൽ പോയാൽ തന്നെ ഒരുപാട് തെറി പഠിക്കും. ആലോചിച്ച് നോക്ക്. അപ്പൊ അതല്ല ഏറ്റവും കൂടുതൽ സെൻസർ ചെയ്യപ്പെടേണ്ട മീഡിയം. സിനിമകളിൽ പുകവലിക്കുന്നതിനിടയിൽ ഇതിപ്പോൾ ഏതെങ്കിലും ഒരു കലാകാരനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആക്ടറോ സിനിമയിൽ പുകവലിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്ന് പറയുന്ന ബാനർ എഴുതി കാണിക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് പിന്നെ ഈ ന്യൂസ് ചാനലുകളിലും ഇതേപോലെ ബാനർ എഴുതി കാണിക്കണ്ടേ? ന്യൂസ് ചാനലുകളിലും ഒരു മീഡിയം തന്നെയല്ലേ, ജനങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു മീഡിയം തന്നെയല്ലേ ന്യൂസ് ചാനലുകളും, ഒരുപാട് ആൾക്കാർ കാണുന്ന ഒരു മാധ്യമം തന്നെയല്ലേ ന്യൂസ് ചാനലുകളും. അതിലും ഈ പറയുന്ന പോലെ ഓരോ ആഡിന് മുമ്പും ഇതേപോലെ സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്ന് പറയുന്ന ബാനർ ഒട്ടിച്ച് കാണിക്കണ്ടേ? എന്തുകൊണ്ട് സിനിമകളിൽ മാത്രം ഇങ്ങനത്തെ ബാനറുകൾ ഒട്ടിച്ച് കാണിക്കണമെന്ന് നിങ്ങൾ പറയുന്നത്? അതാണ് ഇതിൻ്റെ പിന്നിലുള്ള ഇരട്ടത്താപ്പ് കാണുന്നത്. സിനിമകൾ എന്നും ഇന്ത്യയിൽ എപ്പോഴും ഒരു നിരീക്ഷണത്തിലാണ്. ഇന്ത്യയിൽ എസ്പെഷ്യലി ഇന്നത്തെ കാലത്ത്. കാരണം വെച്ചാൽ ഗവൺമെൻറ് ഇത് കോൺസ്റ്റൻ്റ്ലി വാച്ചിങ് ആണ്. കാരണം എന്താ വെച്ചാൽ ഇതൊരു ഫാസിസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ ഒരു മനോഭാവമാണ്. എന്ന് വെച്ചാൽ പണ്ട് ഹിറ്റ്ലറുടെ കാലത്ത് ഹിറ്റ്ലറിൻ്റെ ഐഡിയോളജിയോടോ ഹിറ്റ്ലറിന് താല്പര്യമില്ലാത്ത വിഷയങ്ങളോ സംസാരിക്കുന്ന സിനിമകളോ അല്ലെങ്കിൽ ഏതൊരു മീഡിയമോ ഉണ്ടെങ്കിൽ അതിനെ സെൻസർ ചെയ്യുക, അതിനെ തടയുക, അതിന് പിന്നിലുള്ളവരെ ജയിലിൽ അടക്കുക എന്ന് പറയുന്ന പ്രവണത പണ്ട് കാലം തൊട്ടേ ഉണ്ട്. ഇത് മേജർലി ഫാസിസ്റ്റ് ഗവൺമെന്റ് ആണ് കാണിക്കുന്നത്. പക്ഷെ ഇന്ത്യയിൽ ഏകദേശം ഇതേ ഫാസിസ്റ്റ് രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ദാറ്റ്സ് വാട്ട് മേക്സ് അവർ കൺട്രി. അതാണ് ഞാൻ പറയുന്നത്, നമ്മുടെ രാജ്യത്ത് എന്താണ് നടക്കുന്നത് നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കണം. മനസ്സിലായി? നമ്മൾ വിചാരിക്കുന്നത് സിനിമയല്ലേ, സിനിമയല്ലേ കട്ട് ചെയ്യുന്നത്. ഇന്ന് സിനിമയായിരിക്കും, നാളെ നമുക്കൊരു അഭിപ്രായം പറയാൻ പോലും അവകാശമില്ലാതെ, വാ തുറക്കാൻ പോലും അവകാശമില്ലാത്ത രീതിയിലേക്ക് ഇന്ത്യ മാറും. ഇതാണ് ഞാൻ പറയുന്നത്. സോ ജനങ്ങൾ ഇതിനെ പറ്റിയിട്ടുള്ള അവെയർ ആണ്. ഐ തിങ്ക് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ആർ അവെയർ ഓഫ് ദിസ്. കാരണം ആൾക്കാർക്ക് ഏകദേശം മനസ്സിലായി ഗവൺമെന്റിന്റെ ഇരട്ടത്താപ്പും. ഞാൻ ആലോചിച്ചു ഒരു മലയാള സിനിമയാണിത്. മലയാള സിനിമ കാരണം നോർത്തിലെല്ലാം എത്രയോ ഗവൺമെന്റ് പ്രൊപ്പഗണ്ട ഫിലിംസ് ഇറങ്ങുന്നുണ്ട്. അതിനൊന്നും ആരും ഒന്നും പറയുന്നില്ല. ഒന്നും പറയുന്നില്ല. കാശ്മീർ ഫയൽസ്, ഈ കാശ്മീർ ഫയൽസ് എന്ന് വെച്ചാൽ അത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഈ കാശ്മീർ ഫയൽസ് ബേസിക്കലി ഏതോ 3-4 പെൺകുട്ടികൾക്ക് മാത്രം നടന്നിട്ടുള്ള ഒരു കഥയാണ് കാശ്മീർ ഫയൽസ്. ആ ഒരു ലവ് ജിഹാദിനെ പിടിച്ചിട്ട് ഒരു കൂട്ടം ഒരുപാട് ആയിരക്കണക്കിന് പെൺകുട്ടികൾക്ക് സംഭവിച്ച കഥയായിട്ട് ഇവർ പ്രസന്റ് ചെയ്യുകയാണ് സിനിമയിൽ. സിനിമയിൽ കാണിക്കുന്ന വെച്ചാൽ ഒരുപാട് ആയിരക്കണക്കിന് ഒരുപാട് പെൺകുട്ടികൾക്ക് ഇതേപോലെ സംഭവിച്ചു എന്ന രീതിയിലാണ് അവർ പ്രസന്റ് ചെയ്യുന്നത്. പക്ഷെ റിയൽ ലൈഫിൽ ഇതിന്റെ നമ്മുടെ ഡാറ്റയും എല്ലാം വെച്ച് വിശകലനം ചെയ്യുമ്പോൾ ആകെ 3-4 പെൺകുട്ടികൾക്ക് മാത്രമേ ഇതേപോലെ സംഭവിച്ചിട്ടുള്ളൂ. അത് പിന്നെ ഒരു കൂട്ടം ജനങ്ങൾക്ക് സംഭവിച്ചു എന്ന രീതിയിലാണ് സിനിമയിൽ കാണിക്കുന്നത്. ചാവ എന്ന് പറയുന്ന ഫിലിം ഔറംഗസേബിനെ വളരെ മോശമായിട്ട് രീതിയിൽ ചിത്രീകരിക്കുന്ന, ഔറംഗസേബിനെ ആരാധിക്കുന്നവർ രാഷ്ട്രദ്രോഹികളാണ് എന്ന രീതിയിലേക്ക് സ്റ്റേറ്റ്മെന്റ് അടിച്ചിറക്കുന്ന ഒരു സിനിമയാണ് ചാവ. ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്, നിങ്ങൾ ഔറംഗസേബിനെ ആരാധിക്കുന്നവനാണെങ്കിൽ നിങ്ങൾ രാഷ്ട്രദ്രോഹിയാണ്. ആ ഒരു രീതിയിലാണ്. കാരണം വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ ജസ്റ്റ് വാണ്ട് ടു സേ ദാറ്റ് ഈ ഔറംഗസേബ് നല്ലതാണോ മോശമാണോ എന്ന് തീരുമാനിക്കുന്നത്, അദ്ദേഹത്തിന്റെ പ്രവർത്തികൾ നല്ലതായിരുന്നോ മോശമാണോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളല്ല. ഞാൻ അതിനെപ്പറ്റി മനസ്സിലാക്കിയിട്ട് അതിനെ പറ്റിയിട്ട് വിശകലനം ചെയ്തിട്ട് അതിനെ പറ്റിയിട്ട് ഒരുപാട് ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് നോക്കിയിട്ട് എനിക്ക് എന്താണോ ഔറംഗസേബിനെ പറ്റിയിട്ട് തോന്നുന്നത് അതാണ് എനിക്ക് ഔറംഗസേബിനോടുള്ള മനോഭാവം. ഇപ്പൊ നിങ്ങൾ പറയുന്ന ഔറംഗസേബിനെ ആരാധിക്കുന്നവരോടോ ഔറംഗസേബിനോട് അനുകൂലം കാണിക്കുന്നവരോ രാഷ്ട്രദ്രോഹികളാണെന്ന് പറയുന്നത് അത് നിങ്ങളുടെ കാഴ്ചപ്പാടാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് രാഷ്ട്രദ്രോഹികളായി തോന്നുന്ന ഒരാൾ എനിക്ക് രാഷ്ട്രദ്രോഹിയായി തോന്നണമെന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഔറംഗസേബ് എന്താണ് അതിനെക്കുറിച്ചൊന്നും കാര്യമായിട്ട് അറിയില്ല.
അറിയാത്ത കാര്യത്തെപ്പറ്റി ഞാൻ അങ്ങനെ അഭിപ്രായം പറയുന്നത് ശരിയല്ല. ഐ ജസ്റ്റ് വാണ്ട് നോ വാട്ട് ഔറംഗസേബ് ഹാസ് ഡൺ. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ഒരു രാഷ്ട്രദ്രോഹി എന്ന് വിളിക്കുന്നത്? എന്നിട്ട് മാത്രമേ എനിക്ക് ഔറംഗസേബ് ഒരു രാഷ്ട്രദ്രോഹിയാണോ അല്ലയോ എന്നൊക്കെ പറയാൻ പറ്റൂ. അല്ലാണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി പറയുന്ന ഔറംഗസേബ് രാഷ്ട്രദ്രോഹിയാണ്, നമ്മൾ പറയുന്ന അയാൾ രാഷ്ട്രദ്രോഹിയാണ്, അതുകൊണ്ട് നിങ്ങളും അതേപോലെ വിശ്വസിക്കണം രാഷ്ട്രദ്രോഹിയാണ്, അങ്ങനെ വിശ്വസിക്കാത്ത ആൾക്കാരെ രാജ്യദ്രോഹ കുറ്റക്കാരാണെന്ന് പറയുന്നത് അതിനോട് നമുക്കൊരു മനസ്സിലാവുന്നില്ല. നിങ്ങൾ പറഞ്ഞിട്ടാണോ നമ്മൾ വിശ്വസിക്കേണ്ടത്? നമ്മളെന്ത് വിശ്വസിക്കണം, നമ്മളെന്ത് തീരുമാനിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഒരു ഗവൺമെന്റ് പാർട്ടിയോ ഐഡിയോളജിയോ അല്ല. നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. നമ്മൾ ഏതിനെ വിശ്വസിക്കണം, ഏതിനെ വിശ്വസിക്കാൻ പാടില്ല. അതാണ് ഇതെല്ലാം ഒരു ഫാസിസ്റ്റ് ഗവൺമെന്റിന്റെ മനോഭാവമാണ്. ഇന്ത്യ ഈസ് ബിക്കമിങ് മോർ പോളറൈസ്ഡ്. ഐ കീപ് ഓൺ സെയിങ് ദിസ് തിങ്. പോളറൈസ്ഡ് ആയിക്കൊണ്ട് ദിനംപ്രതി പോളറൈസ് ആയിക്കൊണ്ടിരിക്കുന്നത്. സോ വാട്ട് കൈൻഡ് ഓഫ് എന്ത് തരം ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്, എന്ത് തരം രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്? ജനങ്ങൾ മനസ്സിലാക്കണം. ഇന്ന് സിനിമയായിരിക്കും, നാളെ എല്ലാ രീതിയിലുള്ള മാധ്യമത്തിന്റെ പേരിലും ഇത് അടിച്ചേൽപ്പിക്കും. That's what I'm saying. So that was the message of this video, and thank you.